നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷമാണോ ധ്യാനെ കാണുന്നത്? അനിയനാണ്. ഇവന് സ്വന്തമായിട്ട് വീടൊന്നുമില്ല, ഇങ്ങനെ വീട് വെച്ചിട്ടില്ല. ഇടയ്ക്ക് വീട്ടിലോട്ട് വരുമ്പോ ഇവ വീട്ടിലുണ്ടാവും. എന്തോന്നിത്? ഇവൻ 1000 സ്ക്വയർ ഫീറ്റ് വീട്ടിലാണ് താമസിക്കുന്നത്. 7000 സ്ക്വയർ ഫീറ്റ് എന്റെ അച്ഛൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അത് അച്ഛൻ സ്വത്ത് പാർട്ടീഷൻ കഴിഞ്ഞാൽ എനിക്ക് തരാന്ന് പറഞ്ഞു. എനിക്ക് ഇവരെ രണ്ടുപേരെ നിർത്തിക്കൊണ്ട് ഒരു സത്യം ചോദിക്കണം. പണ്ട് എന്റെ ഒരു ഇന്റർവ്യൂല് ധ്യാൻ പറഞ്ഞു ബേസിലൊരു മണ്ടനാ പൊട്ടനാന്നൊക്കെ. അത് ഇന്ന് എനിക്ക് ചോദിക്കണം, സത്യമാണോ? നമ്മൾ ഡയറക്ടർ എന്ത് പറയുന്നു നമ്മളത് കൃത്യമായി അനുസരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ശരി, പടത്തിന് വേണ്ടി ഞാൻ വണ്ണം കൂട്ടും കുറക്കും, കൂട്ടും കുറക്കും. എന്തോ ഭാഗ്യത്തിന് ഇവൻ അഭിനയിച്ച ബാക്കി എല്ലാ സിനിമയിലും ഡയറക്ടർമാരും വണ്ണമുള്ള ധ്യാനാണ് ആവശ്യപ്പെട്ടത്. സത്യത്തിൽ ചേട്ടന്റെ പടത്തിലൊക്കെ വിളിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ധ്യാൻ സത്യത്തിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലായിരുന്നു? എന്തിലെ നടനെ പുള്ളിക്ക് ആവശ്യമായിരുന്നു. പ്രണവ്, ധ്യാൻ, നിവിൻ, കണ്ടു ഈ 3 പേരില്ലെങ്കിൽ ഈ സിനിമ ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു. അപ്പോഴും ഇവന്റെ പേര് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. എനിക്ക് അറിയേണ്ടത് ധ്യാനെ കുറിച്ചോ? ധ്യാനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. നോ വേർഡ്സ്. ഞാൻ ഇങ്ങനെ ഭയങ്കര ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുട്ടത്തേക്കൊക്കെ മാറി എന്ന് സ്വയം അഭിനയിച്ചിട്ട് തിരിച്ചു ഇല്ല, പ്രാർത്ഥിക്കാൻ പോവുക. ആകപ്പാടെ കിട്ടിയൊരു പിരിവള്ളിയാണ്. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. ഒന്നും പറയാനില്ല ഡയറക്ടർ. എനിക്കൊന്നും പറയാൻ ഇവര് പറയട്ടെ. പടത്തിന്റെ കഥയെങ്കിലും പറ കുറച്ച്. കഥ പറയല്ലേ പ്ലീസ്. മതി ഇനി ഒരു അക്ഷരം പറയണ്ട. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കെറ്റിലും വെള്ളമില്ല.